അപ്പോൾ ഇങ്ങനെ ഒരു ഫൈൻഡിങ്സ് വരുമ്പോൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ആ റിപ്പോർട്ടിൽ വേണമായിരുന്നു. അതെങ്ങനെ ആ കൺസെപ്റ്റിലോട്ട് എത്തി? ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കട്ട് ഓഫിലോട്ട് ഇട്ടു എന്ന് അവർക്ക് മനസ്സിലായത്? അബദ്ധവശാൽ അങ്ങനെ സാധിക്കുമോ? അങ്ങനെ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യമാണോ? ഇല്ലല്ല, അബദ്ധവശാൽ ഇത് ഒരിക്കലും സാധിക്കില്ല. കാരണം ആ സ്വിച്ച് ഒരു പ്രത്യേകതര സ്വിച്ചാണ്. ഫോട്ടോസൊക്കെ പല മീഡിയകളിലും എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം സ്വിച്ചാണ്. അതിൻ്റെ അറ്റത്തൊരു ബോൾ പോലെ ഒരു സംഭവമുണ്ട്. അത് പിടിച്ച് ലിഫ്റ്റ് ചെയ്യണം. അത് പൊക്കിയിട്ടാണ് അത് പുറകിലോട്ടും മുന്നിലോട്ടും ആക്കുന്നത്. അപ്പോൾ അല്ലാതെ ഒന്ന് വെറുതെ തട്ടി കൊണ്ടുവന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. രണ്ട് സൈഡിലും ഒരു ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അബദ്ധവശാൽ അത് ആവാനുള്ള സാധ്യത വളരെ വരും. നമുക്കൊക്കെ നമ്മളെ മോട്ടോർ ബൈക്കിലും കാറിലൊക്കെ ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ട്. അതൊന്നും അബദ്ധവശാൽ ആരും ഓഫ് ചെയ്യാറില്ല. അപ്പോൾ അതൊരു ബേസിക് റിക്വയർമെൻറ്റ്, ബേസിക്കാണ്. ഈ എയർക്രാഫ്റ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ആവണം, എഞ്ചിൻ ഓൺ ആവണം എന്നുണ്ടെങ്കിൽ ഈ സാധനം റണ്ണിലോട്ട് ഇട്ടാലേ ആവുള്ളൂ. അതാണ് പ്രാഥമികമായിട്ടുള്ളത്. അത് എല്ലാ പൈലറ്റുമാരുടെയും മൈൻഡ് സെറ്റാണത്. അപ്പോൾ അബദ്ധവശാൽ ഇതൊരിക്കലും ഈ സ്വിച്ച് മാറില്ല. പിന്നെ ഈ സ്വിച്ച് കട്ട് ഓഫിലോട്ട് ആയത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ട് അത് എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിലോട്ട് വന്നിരുന്നു എന്ന് എങ്ങനെ അവർക്ക് മനസ്സിലായി? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ലൈറ്റ് സ്വിച്ച് ഓഫ്, ലൈറ്റ് അങ്ങ് പോയി. ഇത് പോയി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്തതാണോ, കറണ്ട് പോയതാണോ, പുറത്തുനിന്ന് കട്ട് ചെയ്തതാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ളതാണോ? ഇനി അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിഡൻസ് വേണ്ടേ? അല്ലെങ്കിൽ അവർ പറയണ്ടേ ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് കട്ട് ഓഫ് പൊസിഷനിലോട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ന് അവർ ഡിസ്ക്രൈബ് ചെയ്യണ്ടേ? അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള വലിയൊരു മേജർ ഫൈൻഡിങ് കിട്ടുന്നത് ഒട്ടും ശരിയല്ല.